Hey everyone, it's me Ash from Purely Trio Taste. സോ ഇന്ന് നമ്മൾ ഒരു എഗ്ഗിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 2 ക്യാരറ്റ് നല്ല ചെറുതാക്കി അരിയണം, നല്ലോണം പൊടിയായി അരിയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കുംബർ ഒരു പകുതി മതിയാകും കേട്ടോ, ഒരു കുക്കുംബർ എടുക്കേണ്ട ആവശ്യമില്ല, പകുതി കുക്കുംബർ മതി. അത് നമുക്ക് ഈ ക്യാരറ്റ് അരിയണ പോലെ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം ഫുൾ ഇട്ടോ കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ക്യാപ്സിക്കം ഫുൾ ഇടണമെന്നില്ല. ഓക്കെ, അതിലിട്ട് നമുക്കൊരു കുറച്ച് കോൺ ഇട്ട് കൊടുക്കാം. കോണൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് കോൺ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ കോണിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇതിലോട്ട് നമുക്കൊരു ഓണിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കോ ഒണിയൻ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ലത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം, നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക്, ഞാൻ 2 വറ്റൽമുളകാണ് അരിഞ്ഞിട്ടേക്കണത്. അതിലോട്ട് നമുക്ക് 2 മുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ നമുക്ക് ഈ പാനിലോട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വരെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കണത്, അത്രയും തന്നെ മതിയായിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് ബട്ടറാണ്. ബട്ടർ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടത്, അത്രയും മതിയാകും. ഇതിലോട്ട് നമുക്ക് എത്ര മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 മുട്ടയാണ്. ഞാൻ ആദ്യം പൊട്ടിച്ച മുട്ട ഒന്ന് പൊട്ടിപ്പോയി, പക്ഷേ നിങ്ങളൊന്ന് പൊട്ടാതെ നോക്കണം കേട്ടോ. നമുക്കിതിലോട്ട് ഞാനിപ്പോൾ 4 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ ആ മുട്ടയ്ക്കൊന്ന് വെന്ത് വന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഒറിഗാനോ ഇട്ടാൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഒറിഗാനോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒറിഗാനോ ഇട്ട് കഴിയുമ്പോൾ പിന്നെ. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.